10ാം ക്ലാസ്സുകാരുടെ ഹിന്ദി ഇക്കായി 3-ലെ ഫസ്റ്റ് നമ്മുടെ പോയമായിരുന്നു. രണ്ടാമത്തെ ഒരു കഹാനിയാണ് ഠാക്കൂർ കാ കുവ. പ്രേംചന്ദ് എഴുതിയ കഹാനി ഠാക്കൂർ കാ കുവ. അതിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇത് സെക്കൻഡ് ഭാഗമാണ്. ഈ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇത്രയും നേരം ഫസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞത് നമ്മുടെ ക്യാരക്ടേഴ്സ് ഇവിടെ ജോക്കു ഗംഗി. ജോക്കും ഗംഗയും ഒരു ലോട്ടയിൽ ഇത്തിരി വെള്ളത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന കാര്യമാണ് അല്ലേ. അങ്ങനെ രാത്രി 9 മണിയായപ്പോൾ നമ്മുടെ ഗംഗി ഠാക്കൂറിൻ്റെ കിണറിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്തുള്ള അവളുടെ ചിന്തകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവളുടെ ചിന്തകൾ മുഴുവനും കഴിഞ്ഞിട്ടുണ്ടായില്ല, കുറച്ചും കൂടി ഉണ്ട്. ആ പാരഗ്രാഫിൽ ഇവിടെ നോക്കാം. യഹി സാഹുജി തോ ഗീമെ. അപ്പം നമ്മൾ പറഞ്ഞു ഠാക്കൂറിൻ്റെ കാര്യം കുറേ പറഞ്ഞു അല്ലേ. ഠാക്കൂർ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. ഠാക്കൂറാണ് അവിടെ മോഷണങ്ങൾ നടത്തി, ചതി നടത്തി, വഞ്ചന നടത്തി അല്ലേ. ചോരി ജാൽ ഫരേ യേ കരേ, പിന്നെ എന്താണ് ചൂട്ടെ മുഗ്ധമേം യേ കരേ. അബി ഠാക്കൂറിനെ പിന്നെന്ത് ചെയ്തിരുന്നു? ആ ബേച്ചാരെ ഗഡ്രിയൊക്കെ ബേഡ് കോ ചുരാലി, ആടിനെ മോഷ്ടിച്ച് അതിനെ കൊന്നു, അതിനെ തിന്നു അല്ലേ. പിന്നെന്താണ് ഉൻകെ ഘർ മേ 12 മാസ് എന്തുണ്ടായിരുന്നു? ചൂതുകളി ഉണ്ടായിരുന്നു എന്ന്. യഹി സാഹുജി തോ ഗീ മേ തേൽ മിലാക്കർ ബേച്ച്തേ ഹേ. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇനി അടുത്ത് നോക്കാം. കാം കരാ ലേത്തെ ഹേ. കാം കരാ ലേത്തെ ഹേ, ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. മജൂരി ദേത്തെ നാനി മർത്തി ഹേ. എന്താണ്? മജൂരി ദേത്തെ നാനി മർത്തി ഹേ. അതൊരു ശൈലിയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. കൂലി തരുന്നതാണെങ്കിൽ വളരെ വിഷമിച്ചിട്ടാണെന്ന്. മജൂരി ദേത്തെ നാനി മർത്തി ഹേ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യിപ്പിക്കും, പക്ഷെ കൂലി തരില്ല എന്ന്. ജോലി എന്തോരം ചെയ്യിപ്പിക്കുക, എന്നിട്ട് കൂലി തരുന്നത് വളരെ വിഷമിച്ചിട്ടാണ് എന്ന്. കിസ് കിസ് ബാത്ത് മേ ഹംസെ ഊഞ്ചേ ഹൈ. അപ്പോൾ ഇവളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ. ഇതിൽ ഏത് കാര്യത്തിലാണ് അവർ ഞങ്ങളെക്കാളും ഊഞ്ചയാണ് എന്ന് പറയുന്നത് എന്ന്. ഹം ഗലി ഗലി ചില്ലാത്തെ നഹി. ഞങ്ങൾ ഓരോ ഗലി തെരുവിൽ, ഞങ്ങൾ ഓരോ തെരുവിലും നടന്ന് ഞങ്ങളിങ്ങനെ ചില്ലാത്തെ നഹി, ഞങ്ങൾ വിളിച്ചു പറയുന്നില്ല എന്തെന്ന്. ഹം മൂഞ്ചേ ഹേ, ഹം മൂഞ്ചേ ഹേ, ഞങ്ങൾ വലിയവരാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നില്ല. കബി ഗാവ് മേ ആ ജാത്തി ഹോ. ചിലര് ഗ്രാമത്തിൽ വരും. തോ രസ് ഭരി ആങ്കോം സേ. ഇനി എന്താണ്? കബി ഗാവ് മേ ആ ജാത്തി തോ. ഞങ്ങൾ എപ്പോഴെങ്കിലും ഈ ഗ്രാമത്തിലേക്കൊന്ന് ചെന്നാൽ രസ്ബരി ആങ്കോം സേ. രസ്ബരി ആങ്കോം കണ്ണ്. രസ്ബരി കാമം നിറഞ്ഞ കണ്ണുകളെ കൊണ്ടാണ് ഞങ്ങളെ നോക്കുക. ദേഖ്നെ ലഗ്തേ ഹൈ ജൈസേ സബ്കെ ഛാത്തി പർ. എല്ലാവരുടെയും ഛാത്തി പർ, ഛാത്തിലെ ചെസ്റ്റിലെ എന്താണ്? സാമ്പ് ലേഖ്നെ ലഗ. പാമ്പ് കിടന്ന് പെടഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിലെ പാമ്പ് ചിറ്റിയേക്കാണ് എന്ന് പറഞ്ഞാൽ എല്ലാ जैसे सबके छाती पर सांप लौटने लगते हैं परंतु दमड़ यह कि ആ മൂഞ്ചേ ഹൈ. എല്ലാവരുടെ ഹൃദയത്തിലും എന്താണെന്ന്? സാമ്പ് പാമ്പ്. പാമ്പ് എപ്പോഴും എന്തിൻ്റെ പ്രതീകമാണ്? പകയുടെ വിദ്വേഷത്തിൻ്റെയൊക്കെ അല്ലേ. എല്ലാവരുടെയും ചെസ്റ്റ് നിറച്ച് പാമ്പാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെസ്റ്റ് നിറച്ച് അവരുടെ ഹൃദയം നിറച്ച് പകയും വിദ്വേഷവുമാണ്. എന്നിട്ടും അവരെന്താ ചെയ്യുന്നത്? ദമ്മടിയഹയ്ക്ക് അവരുടെ അഹങ്കാരമാണ് എന്തെന്ന്? ഹാ മൂഞ്ചേ ഹൈ, ഞങ്ങൾ ഉയർന്ന ജാതിപ്പെട്ടവരാണ്. എല്ലാവരും ഇങ്ങനെ കുറേ നമ്മൾ പറഞ്ഞു അല്ലേ ഠാക്കൂറിനെ കുറിച്ച്, ഠാക്കൂർ ചെയ്യുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളെയും കുറിച്ച്. എന്നിട്ട് പറയാണ് അവര് എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും അവരുടെ അഹങ്കാരമാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഉയർന്ന ജാതിയിൽ പെട്ടവരാണ്, ഞങ്ങൾ ഉയർന്നവരാണ് എന്ന്. ഇങ്ങനെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? മൗക്കെ മിൽനേക്കലിയെ, ഒരു അവസരം കിട്ടാൻ, വെള്ളം കോരാൻ ഒരു അവസരം കിട്ടാൻ. കാരണം ഇവിടെ പുറത്ത് ആളുകൾ വർത്താനം പറഞ്ഞിരുന്നിരുന്നു അല്ലേ. അവരൊക്കെ പോയി അകത്ത് കയറി, എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം കോരാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ഗംഗയുടെ ചിന്തകളാണ് ഇത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വരാം. ഗംഗയ്ക്ക് ചിന്ത, അന്നത്തെ ദിവസത്തെ അവളുടെ ആ ചിന്തകൾ, അല്ലെങ്കിൽ അവിടെ കിണറിൻ്റെ അവിടെ ഇരുന്നപ്പോൾ അവൾ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച്. കുവേ പർ കിസി കെ ആനെ കി ആഹട്ട് ഹുയി. അങ്ങനെ അവൾ ഇരിക്കുന്ന സമയത്താണ് ആരോ കുവയുടെ അവിടേക്ക് ആനയ്ക്ക് വരുന്ന ഒച്ച കേൾക്കുകയാണ്. ആഹട്ട് കാലൊച്ച കേട്ടു. അവൾ ഒച്ച കേൾക്കുകയാണ്. ഗംഗയ്ക്ക് ഛാത്തി ദക്ക് ദക്ക് കർണേ ലഗി. അവളുടെ ഛാത്തി, അവളുടെ ഹൃദയം എന്ത് ചെയ്യാൻ തുടങ്ങി?
ദക് ദക് കർണേ ലഗി, ഇടിക്കാൻ തുടങ്ങി. ദക് ദക് എന്ന് പറഞ്ഞാൽ ഇടിക്കാൻ തുടങ്ങി. പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ആരെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ ഭയങ്കര ഗുരുതരാവും. അപ്പൊ അങ്ങനെ പേടിച്ചിട്ട് അവൾ ഇരിക്കുമ്പോൾ ആരോ കിണറിന്റെ അവിടേക്ക് നടന്നു വരുന്നു. കഹീം ദേഖ് തോ ഗജബ് ഹോ ഗയാ. ആരെങ്കിലും ദേഖ് ലേ കാണുകയാണെങ്കിൽ, ആരെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞാൽ ഗജബ് ഹോ ജായേ, അപകടമാണ്. ആരെങ്കിലും അവിടെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ കാര്യം അപകടത്തിലാണ്. ഏക് ലാത്ത് ബി തോ നീച്ചെ നാ പടേ. ഏക് ലാത്ത് ബി, ലാത്ത് അടി, ഒരു അടി പോലും നിലത്ത് പോവില്ല. എന്ന് വെച്ചാൽ എന്താ, എല്ലാ അടിയും അവളുടെ ദേഹത്ത് തന്നെ കൊണ്ടുകൊള്ളുന്നു. എന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് അവളെ ഉപദ്രവിക്കും, അടിക്കും. ഒരടി പോലും നിലത്ത് വീഴില്ല. എന്ന് വെച്ചാൽ എല്ലാം അവളുടെ ദേഹത്ത് വരും. ഉസ്നെ ഗഡാ ഒരു രസി ഉട്ടാരി. അവൾ പതുക്കനെ വേഗം എന്ത് ചെയ്തു, ഗഡാ ആ കുടവും രസി കയറും, വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടവും ആ രസി കയറും അവിടുന്ന് പതുക്കെ എടുത്തിട്ട് ജൂക്ക് കുനിഞ്ഞിട്ട് ഇങ്ങനെ തല കുനിച്ച് ചലത്തി ഹുയേക്ക് വൃക്ഷക്കെ അവിടുന്ന് പതുക്കെ അവൾ പോവുകയാണ്. അവളെ കിണറിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു അല്ലേ. അവിടുന്ന് പതുക്കെ അവൾ കുനിഞ്ഞിങ്ങനെ എഴുന്നേറ്റ് നടക്കല്ല ചെയ്ത, കുനിഞ്ഞു ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവൾ ഏതിൻ്റെ ഉള്ളിൽ പോയി, ഏക്ക് വൃക്ഷക്കെ അന്തേരേ സായമേ, അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ, ഒരു മരത്തിൻ്റെ അന്തേരേ സായമേ, അന്തേരേ ആ ഇരുട്ടത്ത്, ആ സായേ നിഴല്, ആ ഇരുട്ടിൻ്റെ നിഴൽ വെച്ചാൽ ആ മരത്തിൻ്റെ ഇരുട്ടുള്ള വശമില്ലേ, അവിടെ ഗഡി ഹുയി, അവിടെ നിന്നു. കബ് ഇൻ ലോകം കോ ദയാ ആതി ഹേ. കബ് എപ്പോഴാണ് അവൾ വീണ്ടും ആലോചിക്കുന്നത്, എപ്പോഴാണ് ഈ ആളുകൾക്കൊക്കെ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവരോട് ദയ തോന്നുക. കിസിപ്പർ ആരെങ്കിലോടും അവർക്ക് ദയ തോന്നുമോ എന്ന്. ബേച്ചാരെ മഹങ്കു തോ ഇത്തിനി സാരാ. ഇനി അവൾ വേറെ കാര്യം ഓർക്കാണ് കേട്ടോ. ബേച്ചാരെ പാവം ഒരു മഹങ്കു ഉണ്ട്. ആ മഹങ്കുവിന് എന്താ സംഭവിച്ചത്, ഇത്തന മാരാക്കി ഒരു പ്രാവശ്യം എന്താ ചെയ്തത്, മഹങ്കുവിനെ അടിച്ചത് അത്രയ്ക്കും അടിച്ചു എന്ന്. മഹിനോം, അയാളുടെ അടി അത്രയും, ഠാക്കൂറിൻ്റെ അടി അത്രയും ക്രൂരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മഹങ്കു മഹിനോ മാസങ്ങളോളം ലഹു തൂക്താരഹ, ലഹു തൂക്കന തുപ്പുക, ലഹു തൂക്കന രക്തം തുപ്പി, അയാൾ രക്തം തുപ്പി നടക്കുകയായിരുന്നു മാസങ്ങളോളം. ഇസിലിയെ തോക്കി ഉസ്നെ ബേഗാൻ നദീത്തി. എന്തിനു വേണ്ടിയിട്ടാ, അയാൾ ചെയ്ത തെറ്റെന്തായിരുന്നു, ഇസിലിയെ ഇതിനു വേണ്ടിയായിരുന്നു. തോക്കി ഉസ്നെ ബേഗാർ നദീത്തി. അയാളെന്താണ്, ബേഗാർ കൂലിയില്ലാതെ വെറുതെ ജോലി ചെയ്തു കൊടുത്തില്ല എന്ന്. അയാൾ ജോലി ചെയ്യണമെങ്കിൽ അയാൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു, കൂലി ഇല്ലാതെ അയാൾ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനാണ് അയാളെ മഹങ്കുവിനെ അടിച്ച് മാസങ്ങളോളം അയാൾ രക്തം ഛർദ്ദിച്ചു കിടന്നത് എന്ന്. ഇസ് പർ യേ ലോഗ് ഊഞ്ചേ ബൻതേ ഹേ. ഇതുകൊണ്ടാണോ അവർ ഉയർന്നതാണ്. അവളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്. അവർ ഉയർന്നവരാണെന്ന് പറയുന്നത് ഇതൊക്കെയാണോ കാരണം, ഞങ്ങളെക്കാളും കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഹുയേപ്പർ സ്ത്രീയാം പാനി ബന്നെ. അപ്പോൾ അവളിങ്ങനെ കാലച്ച കേട്ടു ആരോ വരുന്നത് അല്ലേ. അവൾ ആരെയാണ് കണ്ടത്, കുറച്ച് സ്ത്രീകൾ, ആ വീട്ടിലെ കുറച്ച് സ്ത്രീകൾ രാത്രി നേരത്ത് വെള്ളം കോരാൻ വന്നിരിക്കുകയാണ്. ഇൻമേം ബാത്തൂരി. ഇനി ഇവിടെ ഒരു വാർത്തലാപുണ്ട്, ഈ സ്ത്രീകൾ തമ്മിലുള്ള വാർത്തലാപ്. ആ സ്ത്രീകൾ അവർ സംസാരിക്കുകയാണ്, അവരുടെ വീട്ടിലെ അവരുടെ ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങളെ കുറിച്ച് ആ സ്ത്രീകൾ പറയുകയാണ്. कुएं पर स्त्रियां पानी भरने आई थी, इनमें बातों हो रही थी, खाना खाने चले और हुक्म हुआ कि ताज़ा पानी भर लाओ, गधे के लिए पैसे नहीं हैं. അതിലൊരു സ്ത്രീ പറയാണ്, അവർ സ്വയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിറുവിറുക്കുകയാണ് കേട്ടോ. അവർ പറയാണ്, കാനേ ചലേ, ഭക്ഷണം കഴിക്കാൻ വന്നു. അവർ ഹുക്കും ഹുവാ, പുരുഷന്മാരെ കുറിച്ചാണ് പറയണത് കേട്ടോ. അവർ അങ്ങോട്ട് ഭക്ഷണത്തിന് വന്നിരുന്നു, എന്നിട്ട് അവരങ്ങോട്ട് ഒരു ഓർഡർ ഇട്ടു, ഹുക്കും ദിയ, ആജ്ഞാപിച്ചു, ഓർഡർ ചെയ്തു. കി താജാ പാനി ബർലാവ്, ഇപ്പം പോയിട്ട് നല്ല ഫ്രഷ് വാട്ടർ, താജാ പാനി ഫ്രഷ് ആയിട്ടുള്ള വെള്ളം കൊണ്ടുവരാൻ. ഗഡേ കെ ലിയെ പൈസ നഹി ഹേ, വെള്ളം കൊണ്ടുവരാൻ പൈസ കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഫ്രഷ് വാട്ടർ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അടുത്ത ആൾ പറയാണ്, ഹം ലോകം കോ ആരാം സേ ബൈഠേ ദേഖ. നമ്മൾ സ്ത്രീകൾ വെറുതെ ഇരിക്കണ കണ്ടാൽ ആരാം സേ ബൈഠന, വെറുതെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കണ കണ്ടാൽ, ജൈസേ മർദോം പുരുഷന്മാര്, നമ്മൾ വെറുതെ ഇരിക്കണ കണ്ടാൽ ഈ പുരുഷന്മാർക്കോ ജലൻ ഹോത്തി ഹൈ, ജലൻ അസൂയാണ്. നമ്മൾ സ്ത്രീകൾ വെറുതെ കാലം വീട്ടിലിരിക്കണാണ്ട് അപ്പം അവർക്ക് അസൂയ, അപ്പം എന്തെങ്കിലും ജോലി നമ്മളോട് പറയുമെന്ന്. അപ്പം അടുത്തുള്ള പറയുന്നത്, ഹാ യൗത്തോ നാ ഹുവാക്കി കൽസിയ മുട്ടാക്കർ ബർ ലാത്തേ ബസ് ഹുക്കും ചലാതി. അവർക്ക് പോയിട്ടൊരു ഇത്തിരി വെള്ളം അവർക്ക് കോരി കൊണ്ടുവന്നൂടാന്ന്. ബസ് ഹുക്കും ചലാതി, അവരെന്ത് ചെയ്യുള്ളൂ, ഹുക്കും ആജ്ഞാപിക്കാനേ അവർക്ക് അറിയുള്ളൂ. കി താസ പാനിലാവോ,
ജൈസെ ഹം ലൗഡിയാം ഹി തോ ഹൈ, ഞങ്ങൾ ആരെ പോലെ? ലൗഡിയാം. ലൗഡിയാം വേലക്കാര്. ഞങ്ങൾ വേലക്കാരാണെന്ന് അവരുടെ വിചാരം, ഞങ്ങളോട് ആജ്ഞാപിക്കാനേ അവർക്ക് അറിയുള്ളൂ എന്ന്. അപ്പൊ അടുത്ത ആള് പറയണേ ലൗഡിയാം നഹീത്തോ, നമ്മളെന്താ വേലക്കാരല്ലേ അവരുടെ? ഔർ ഔർ ക്യാ ഹോത്തും, പിന്നെ നിങ്ങൾ ആരൊക്കെയാ? അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, നിങ്ങൾ വേലക്കാരല്ലെങ്കിൽ പിന്നെ ആരാ? റൊട്ടി കപ്പട നഹി പാത്തി, നിങ്ങൾക്ക് വേലക്കാർക്ക് നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കില്ലേ, അതുപോലെ റൊട്ടി ഭക്ഷണവും തരുന്നുണ്ട്, കപ്പട തുണികളും നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നില്ലേ? 10-5 റുപ്പിയെ ബി, പിന്നെ 5-10 രൂപ നിങ്ങൾ എന്ത് ചെയ്യും? ചീൻ ചപ്പട്ടുകാർ, ചീൻ ചപ്പട്ടുകാർ മോഷ്ടിച്ചെടുക്കുക, തട്ടിയെടുക്കുക. ലേഹി ലേത്തി ഹോ, അവരിൽ നിന്ന് എടുക്കാറില്ലേ? 5-10 രൂപയൊക്കെ അവരുടെ പോക്കറ്റിൽ നിന്ന്, ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് അറിയാതെ നിങ്ങൾ മോഷ്ടിച്ചെടുക്കണില്ലേ? ഔർ ലൗഡിയാം കൈസി ഹോത്തി ഹേ, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പറയണേന്ന്? മത്ത് ലജ്ജാവോ ദീദി. അപ്പൊ അടുത്ത ആള് പറയണേ മച്ച് ലജ്ജാവോ, നമ്മളെ തന്നെ നമ്മൾ തന്നെ ലജ്ജാവോ, കളിയാക്കല്ലേ എന്ന്, നാണം കെടുത്തല്ലേ ദീദി, ദീദി ചേച്ചി എന്നുള്ള അർത്ഥത്തില് നമ്മളെ തന്നെ കളിയാക്കല്ലേ. എന്താണ് പറഞ്ഞത്? നമ്മൾ 5-10 രൂപ അവരെ നിന്ന് മോഷ്ടിച്ചൊക്കെ എടുക്കണില്ലേ എന്ന് പറയാണല്ലേ. അപ്പൊ പറയണത് മിണ്ടാതിരിക്കുക, നമുക്ക് നാണക്കേടല്ലേ എന്ന്. ചീൻ ബർ, ഒരു നിമിഷം ആരാം കർണേക്കോ, ഒരു നിമിഷം നമ്മളൊന്ന് വിശ്രമിച്ചാൽ, ആരാം കർണ വിശ്രമിക്കുമ്പോ ജി തരസ്കർ രഹ് ജാത്ത, ജി തരസ്കർ മനസ്സ് അതിയായിട്ട് ആഗ്രഹിക്കാന്ന്. ഒരു നിമിഷം ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാണ്. ഇത്തനാ കാം കിസി ദൂസരേ ഘർ കർ ദേത്തി, എല്ലാ സ്ത്രീകളും പറയണ കേൾക്കാം അല്ലേ? ഈ ജോലിയൊക്കെ ഞങ്ങൾ വേറൊരാളുടെ വീട്ടിലെ പോയി ചെയ്തെങ്കിൽ തോ ഇസസെ കഹി ആരാം സേ രഹത്തി, ഇതിനേക്കാളും വിശ്രമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കാലത്ത് വന്ന വൈകിട്ട് വരെ ജോലി ചെയ്യണം. ഈ ജോലി വേറൊരു വീട്ടിൽ പോയി ചെയ്യണമെങ്കിൽ വൈകിട്ടാവണ വരെ ജോലി ചെയ്താൽ മതി, അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയിക്കൂടെ, അപ്പൊ പിന്നെ ആരാം ചെയ്യാം, വിശ്രമിക്കാം. തോ ഇസസെ കഹി ആരാം സേ രഹത്ത, നമുക്ക് ആരാം കിട്ടും. ഊപ്പർ സേ, അതിനേക്കാളും കൂടുതലായിട്ട്. ഇനി ആരാം കിട്ടാൻ മാത്രമല്ല, ഊപ്പർ സേ എന്താണ്? അതിനേക്കാളും കൂടുതലായിട്ട് വഹ് ഹെഹസാൻ മാൻത, എഹ്സാൻ മാന്ന, നന്ദി ഉണ്ടാവും നമ്മളോട്. നമ്മളെ ജോലി ചെയ്തു കൊടുത്തതിൻ്റെ ഒരു നന്ദി അവർ കാണിക്കും. യഹം കാം കത്തെ കത്തെ മർ ജാവോ, ഇവിടെ വേറെ വല്ല വീട്ടിലാണ് നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് നന്ദി കിട്ടിയേനെ, പൈസ കിട്ടും, ആരാം കിട്ടും, പിന്നെ നന്ദിയും കിട്ടുമെന്ന്. എഹ്സാൻ മാൻതാ ഹൈ. യഹം കാം കത്തെ കത്തെ മർ ജാവോ, ഇവിടെയാണെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് മരിച്ചു പോകാൻ കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ മരിക്കണ വരെ നമ്മളിങ്ങനെ കിടന്ന് ജോലി ചെയ്യണം. പർ കിസി കാ മൂഹും ഹി സീതാ നഹി ഹോതാ, കിസി കാ മൂഹ്, ആരുടെയും മുഖം ഒന്ന് സീതാ നഹി ഹോന തെളിയുക, ആരുടെയും മുഖം ഒന്ന് തെളിയില്ല. എന്ന് വെച്ചാൽ ആർക്കും സന്തോഷം ഉണ്ടാവില്ല. നമ്മളൊന്ന് എത്ര പണി ചെയ്തു കൊടുത്താലും ഒരു സന്തോഷം ആർക്കും ഇല്ല എന്ന്. ദോനും പാനി ബർക്ക ചലികി, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെന്താണ് വെള്ളം കോരി തിരിച്ചു പോവാണ്. തോ ഗംഗി വൃക്ഷയ്ക്ക് ഛായാസേനിക്കില്ലേ, അപ്പം ഗംഗി വീണ്ടും ആ വൃക്ഷത്തിന്റെ മറവിൽ നിഴലിൽ മറിഞ്ഞു നിൽക്കല്ലായിരുന്നു. അവിടെ നിന്ന് ഗംഗി ഇങ്ങോട്ട് പോരുകയാണ്. അവർ പൂയക്കെ ജഗത് കെ പാസ്സായി, വീണ്ടും അവൾ കിണറിന്റെ അവിടേക്ക് എത്തി. ബേഫ്രിക്കെ ചലകെ എത്തി, അപ്പോഴേക്കും ആ വീടിന്റെ മുറ്റത്ത് ബേഫ്രിക്കെ, ഒന്നും ചെയ്യാനില്ലാതെ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത കുറച്ച് ആളുകൾ ഇന്ന് സംസാരിക്കുന്നു പറഞ്ഞില്ലേ, അവരൊക്കെ അവിടെ നിന്ന് പോയി. ടാക്കൂർ ബി ദർവാസ ബന്ദ് കർ, ഇപ്പൊ ടാക്കൂറും വാതിൽ അടച്ചു. ദർവാസ വാതിലെ ബന്ദ് കർ, അടച്ചിട്ട് അന്തർ ആങ്കൻ അകത്തത്തെ മുറിയിലേക്ക് സോനെ ജാരഹേത്തി, ഉറങ്ങാൻ പോയി. അപ്പൊ എല്ലാവരും വീട്ടിന്റെ മുറ്റത്ത് നിന്ന് എല്ലാവരും അകത്തേക്ക് പോയി. ദർവാസ അടച്ചു, വാതിൽ അടച്ച് നമ്മുടെ ടാക്കൂർ ഉറങ്ങാനായിട്ട് പോയി. ഇനി ഗംഗിനെ ദക്ഷിണ സുഖ്മേ സുഖി സാസ്ലി, ഗംഗിനെ ഒരു നിമിഷ നേരത്തേക്ക് അവൾക്ക് ഒരു സുഖം, ഒരു ആശ്വാസം കിട്ടിയ പോലെ, ഒരു സാസ്ലി നെടുവർപ്പെട്ടാണ്. കിസി തര മൈദാൻ തോ സാഫ് ഹുവാ, ഏതുപോലെയാണ്? മൈദാൻ സാഫായ പോലെ. എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ തടസ്സങ്ങളും മാറിയിപ്പോ അല്ലെ. അമർദ് ചുരാ ലാനേക്ക് അമർദം മോഷ്ടിക്കാനായിട്ട്, അമർദം മോഷ്ടിക്കാൻ പോണ ഒരാള്
लिए जो രാജകുമാർ കിസി ജമാനെ മേ ഗയാ താ, നമ്മൾ പണ്ടത്തെ കഥകൾ പറയുന്നുണ്ട് അല്ലേ, അമൃത് മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ. അമൃത് എന്ന് പറഞ്ഞാൽ അത്രയും വിലപിടിപ്പുള്ളതാണ് അല്ലേ. ആ അമൃത് മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ പോലും വഹ്ബി ഷായദ് ഇത്തിനി സാവധാനി കെ സാത്ത്, അയാൾ പോലും ഇത്രയും സാവധാനി കെ സാത്ത്, ഇത്രയും ശ്രദ്ധയോടുകൂടി और समझ बूझ कर, समझ बूझना, ജാഗ്രതയോട് കൂടിയിട്ട് ന ഗയാ ഹുവാ. അപ്പൊ ഗംഗി പോയ കാര്യം പറയാണ്. ഗംഗിയുടെ ആ നടത്തം അത്രയും പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ, കാലച്ചൊട്ടും കേൾക്കാൻ പാടില്ല അല്ലെ. അത് ഏതിനോടെ കമ്പയർ ചെയ്യുന്നത്? ജൈസെ അമൃത് മോഷ്ടിക്കാൻ പോയ രാജകുമാരൻ ഇത്തിനി സാവധാനി കെ സാത്ത് और समझ बूझ कर न गया होगा, ഇത്രയും ശ്രദ്ധിച്ച് ഇത്രയും ജാഗ്രതയോടുകൂടി ആ രാജകുമാരൻ പോലും അമൃത് മോഷ്ടിക്കാൻ പോയപ്പോൾ പോയിട്ടുണ്ടാവില്ല എന്ന് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അവൾ പോയത്. ഗംഗി ദബേ പാവ് കുവേക്ക് ജഗത് പർ ചടി, ദബേ പാവ് അമർത്തി, കാലമർത്തി വെക്കാണ്, ജഗത് പർ ചടി വിജയ്ക്കായിസ അനുഭവം. അവളെ കാലെടുത്ത് കിണറിൻ്റെ അവിടേക്ക് വെച്ചപ്പോൾ തന്നെ വിജയത്തിൻ്റെ, ജയിച്ചു എന്നുള്ളൊരു അനുഭവം മുസേ പകലേ നഹുവാത്ത, ഇതുപോലെ വിജയിച്ചു എന്നൊരു തോന്നൽ അവൾക്ക് ഇതിന് മുൻപുണ്ടായിരുന്നു. വെച്ചാൽ ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി അല്ലേ. വെള്ളം ഇപ്പോൾ കോരാമെന്ന് ചോദിച്ചു. ഉസ്നെ രസിക ഫന്ത ഗഡേ മേ ഡാല, അങ്ങനെ അവൾ കയറിൻ്റെ അറ്റം ഇട്ടു. ഗഡേ മേ ഡാല, കുരുക്ക്, ആ ഫന്ത കുരുക്ക്, ആ കുരുക്ക് കുടത്തുമ്മ വെച്ച് കെട്ടി. ദായേ ബായേ ഇടത്തും വലത്തും, ദായേ ബായേ ചൗക്കനി ദൃഷ്ടി സെ, ചൗക്കനി നാലുപാടും വളരെ ജാഗ്രതയോടുകൂടി, ദൃഷ്ടി സെ ദേക്ക ജൈസെ കോയി സിപ്പായി, ഏതുപോലെയാ, ഏതോ സിപ്പായി പട്ടാളക്കാരൻ, ഏതോ പട്ടാളക്കാരൻ രാത്രിയിലെ ശത്രുക്കെ കിലേമേ, ശത്രുവിന്റെ കിലേ കോട്ട, ശത്രുവിന്റെ കോട്ടയിലെ സുരാഗ് കർ, ദ്വാരമുണ്ടാക്കി ഉള്ളിലേക്ക് കടക്കുന്നത് പോലെ, ഏതുപോലെയാണ് ഒരു പട്ടാളക്കാരൻ അയൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ കോട്ടയുടെ ഉള്ളിലേക്ക് ദ്വാരമുണ്ടാക്കി കടക്കുന്നത്, അതുപോലെ അവൾ ഭയങ്കര സൂക്ഷിച്ച് കടക്കുകയാണ്. അഗർ ഈ സമയം ബഹു പക്കഡ് ലീ ഗയി, ഈ സമയത്ത് അവളെ പിടിച്ചു കഴിഞ്ഞാൽ तो फिर उसके लिए माफी या रियायत की रत्ती बर उम्मीद नहीं, എങ്ങാനും അവളെ പിടിച്ചു കഴിഞ്ഞാൽ അവൾ പറയുന്നത് तो फिर उसके लिए മാഫി, ക്ഷമ കിട്ടുക, മാപ്പ് കൊടുക്കുക, അത് റിയായത്ത് ദയയോ, അവളോട് ദയയോ അവളോട് മാപ്പോ, രത്തി ഒരു തരി പോലും ഉണ്ടാവില്ല, നൂമിദിനഹി പ്രതീക്ഷിക്കണ്ട എന്ന്, ഒരു തരി പോലും ദയോ അതുപോലെ തന്നെ മാഫിയോ പ്രതീക്ഷിക്കണ്ട. അന്ത്മേം അവസാനം അവൾ എല്ലാ ദേവതകളെയും വിളിച്ചുകൊണ്ട് അന്തമേ ദേവതാവും യാദ് കർക്കെ, ദേവതകളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉസ്നെ കലേച്ച മജ്ബൂത് കിയ, കലേച്ച ഹൃദയത്തിനെ മനസ്സിനെ എന്ത് ചെയ്തു, മജ്ബൂത് ബലപ്പെടുത്തി, അവളവളുടെ മനസ്സിനെ നല്ല ധൈര്യമൊക്കെ കൊടുത്ത് ദൃഢപ്പെടുത്തി. അവർ ഗഡ കുവേമേ ഡാൽ ദിയ, അങ്ങനെ കയറൊക്കെ കെട്ടി കുവയിലേക്ക് ആ ഗഡയിനെ കുടത്തിനെ ഇട്ടു. ഗഡേനെ പാനിയുമേ ഗോത്താലായ, ഗഡ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി. നമ്മൾ കിണറ്റിൽ വെള്ളം കോരുമ്പോൾ ആ കുടം കൊണ്ടുവന്ന് മുക്കി തുടിക്കും, കാരണം വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ബഹുത്തി ആഹിസ്ത, അതും എങ്ങനെയാണ്, ഇട്ട് കുലിക്കിയ ശബ്ദം പുറത്ത് കേൾക്കും, അതും വളരെ ആഹിസ്ത സാവധാനം, വളരെ പതുക്കെ അവള് ശബ്ദം ഉണ്ടാക്കാതെ കുടം അതിൽ മുക്കി. ജരാബി ആവാസ് നഹുയി ജരാബി ഹവാസ്, ഒരു തരി പോലും ശബ്ദം പുറത്തേക്ക് കേട്ടില്ല. ഗംഗീനെ 2-4 ഹാത്ത് ജൽദി മാറി. അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞ വഴിക്ക് അവള് തിരക്ക് പിടിച്ച് വലിക്കുകയാണ്, വേഗം വെള്ളം വലിച്ചു കയറ്റിയാണ്. ഗഡാക്കുവേക്ക് മൂഹത്തക്, ഇപ്പൊ എവിടെ വരെ എത്തി, വാതുക്ക എത്തി. ഏതിന്റെ, വായയുടെ, കിണറിന്റെ കിണറിന്റെ വായയുടെ അവിടെ എത്തി എന്ന് വെച്ചാൽ ഏറ്റവും മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കൈ കൊണ്ട് എത്തിച്ചിങ്ങനെ പിടിക്കും അല്ലേ. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और गड़े कुएं में डाल दिया. ഗഡേ പാനിമേ ഗോത്താലായ, മുക്കിയതും അതും വളരെ ആഹിസ്താസെ, വളരെ സാവധാനമാണ്. ജരാബി ആവാസ് ന ഹുയി. ഗംഗിനെ 2-4 ഹാത്ത് ജൽദി മാറി. ഗഡാ കുവേ കെ മുഹ് തക് ആ പഹുഞ്ചേ, കിണറിന്റെ മുകളിലേക്ക് എത്തിയപ്പോ കൊയ് ബഡാ ഷാഹ്ജോർ പഹൽവാൻ ആരാ, പഹൽവാൻ ഗുസ്തിക്കാരൻ. ഷാഹ്ജോർ ഭയങ്കര ശക്തിമാനായിട്ടുള്ള ഒരു ഗുസ്തിക്കാരൻ. ഇത്തനി തേജീസി, അയാൾക്ക് പോലും ഇത്രയും സ്പീഡിൽ കയറ് വലിക്കാൻ പറ്റില്ല എന്ന്. കീഞ്ച് സക്താത്ത, ഒരു ഗുസ്തിക്കാരന് പോലും ഇത്രയും സ്പീഡിൽ കയറ് വലിക്കാൻ പറ്റില്ല, അത്രയും സ്പീഡിൽ ശക്തി ആർജിച്ചുകൊണ്ട് അവൾ വലിക്കുകയാണ്.
ഗംഗി ജൂക്കി കി ഗഡേ കോ പക്കടുക്കർ ജൂക്കി കുനിഞ്ഞു. അങ്ങനെ ഗംഗി എന്ത് ചെയ്തു? കുനിഞ്ഞിട്ട് മുകളിലെത്തിയിട്ടോ വെള്ളം, കുടം മുകളിലെത്തിയ വഴിക്ക് അവൾ കുനിഞ്ഞിട്ട് ആ വെള്ളത്തിന്റെ കയറുമേക്ക് പിടിക്കുകയാണ്. ഗഡേക്കോ പക്കടുക്കർ ജഗത് പരക്ക്. അങ്ങനെ ആ ബക്കറ്റ് പിടിച്ചിട്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാട്ടോ, നമ്മൾ വെള്ളം കോരി എടുക്കുമ്പോൾ എന്താ ചെയ്യുക? ആ ബക്കറ്റ് കിണറിൽ നിന്ന് എത്തിപ്പിടിച്ച് കിണറിന്റെ തിണ്ടുമേക്ക് നമ്മളിങ്ങനെ വെക്കും അല്ലേ? ജഗത് പരക്ക് ആ തിണ്ടുമേക്ക് വെച്ചപ്പോ ഏക്കായി പെട്ടെന്നാണ് ഠാക്കൂർ സാഹബ് കെ ദർവാസ കൂൽ ഗയ. അവള് വെള്ളം എടുത്ത് വെച്ചത് കിണറിന്റെ തിണ്ടത്തിലേക്ക് ആ ഇത് കെട്ടിയിട്ടില്ലേ, തിണ്ട് കെട്ടിയേക്കണമേക്ക് എടുത്ത് വെച്ച വഴിക്ക് ഠാക്കൂറിന്റെ ദർവാസ തുറന്നു. ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറന്നത് ഷേർ കാ മുഹ് ഇസ്സേ അധിക് ഭയാനക് ന ഹോഗാ. ഷേറിന്റെ മുഹ്, ഷേർ സിംഹം, സിംഹത്തിന്റെ വായ പോലും ഇത്ര ഭയാനകമല്ല എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ വായയുടെ മുൻപിൽ ചെന്ന് നിന്നാൽ പിന്നെ ഒരാൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. വളരെ ഭയാനകമാണ് ഷേർ കാമു അല്ലേ? ഷേറിന്റെ വായയുടെ അവിടേക്ക് ചെന്നാൽ പിന്നെ രക്ഷപ്പെടൽ ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇത് അതിനേക്കാൾ ഭയാനകമായിരുന്നു എന്ന്. ഏത് ഠാക്കൂറിന്റെ മുന്നിൽ ചെന്ന് പെട്ടത് അല്ലേ? ഠാക്കൂറിന്റെ വാതിൽ തുറന്നു. ഠാക്കൂറിന്റെ വാതിൽ തുറന്നപ്പോൾ ഠാക്കൂർ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങും അല്ലേ? ഗംഗിക്ക് ഹാസ്യ രസി ചൂട് ഗൈ. പേടിച്ചിട്ട് പെട്ടെന്ന് അവളിങ്ങനെ കയറ് പിടിച്ചിങ്ങനെ വെച്ചേക്കാണ്. പെട്ടെന്ന് അവളുടെ കൈ എന്ത് സംഭവിച്ചു? കയ്യിൽ നിന്ന് രസി ചൂട് ഗൈ വഴുതി പോയി. രസിക്ക് സാത്ത്, രസിയുടെ കൂടെ കയറ് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വഴുതി. അവൾ ഇങ്ങനെ പിടിച്ചതായിരുന്നു, പിടിച്ചിവിടെ വെച്ചതാണ്. പക്ഷെ കയറ് അവളുടെ കയ്യിൽ നിന്ന് പോയ വഴിക്ക് കയറിന്റെ കൂടെ എന്തും കൂടി പോയി? ഗഡാ ദഡാം സേ പാനി മേ ഗിരാ. ദഡാം സേ വലിയ ശബ്ദത്തിലാണ് കുടത്തിൽ നിന്ന് ഗഡ പാനി മേ ഗിരാ, കിണറ്റിലെ വെള്ളത്തിലേക്ക് ചെന്ന് ഭയങ്കര ശബ്ദത്തിൽ വീണു. ഔർ കൈ ഷൻ തക്, കുറച്ച് നിമിഷത്തേക്ക് പാനിമേ ഹിൽക്കോരെ തിരമാല ഇങ്ങനെ അടിക്കണ, കുടം ചെന്ന് വീഴുമ്പോ വെള്ളം കിടന്ന് ഇങ്ങനെ അടിക്കണ ശബ്ദം കെ ആവാസ് സുനായി ദേത്തി രഹി. ആ ശബ്ദം, ആ വെള്ളത്തില് ഓളമടിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഠാക്കൂർ അവിടുന്ന് വിളിച്ചു ചോദിക്കാണ്, കോൻ ഹേ പുക്കാരത്തെ ഹുയെ കൂവേ കി തരഫ്. അങ്ങനെ വിളിച്ചുകൊണ്ട് ആരാണ് പറഞ്ഞുകൊണ്ട് എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ട് ഠാക്കൂർ കുവയുടെ അവിടേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. ആ രഹത്തെ അവർ ഗംഗി. ആ സമയത്ത് ഗംഗി എന്ത് ചെയ്തു? ജഗത് സേ കൂത് കർ. ആ ജഗതിന്റെ അവിടുന്ന്, കിണറിന്റെ തിന്നിന്റെ അവിടുന്ന് കൂത് കർ, വേഗം ഓടി ജാ രഹി. അവിടുന്ന് അവള് ജീവനും കൊണ്ട് ഓടി. അങ്ങനെ അവള് വീട്ടിലെത്തി. അതാണ് നമുക്ക് ആ പടം കൊടുത്തേക്കണം. നോക്കി ഓടി അവള് വീട്ടിലേക്ക് വരണം. അവള് എന്താ കണ്ട കാഴ്ച നോക്കി? ഗർ പഹുഞ്ചക്കർ ദേക്കാക്കി. വന്നപ്പോ അവള് കണ്ട കാഴ്ച ജോക്കു ലോട്ട മൂസേ ലഗായ. ആ ലോട്ട വായയുടെ അവിടേക്ക് കൊണ്ടുവന്ന് വഹ് മൈല ഗന്ധ പാനി പീ രഹാ ഹൈ. ആ മൈല ഗന്ധ, ആ ചീത്ത സ്മെല്ലുള്ള ആ ചീത്ത വെള്ളം അല്ലേ? മൈല ഗന്ധ മണം, മൈല ഗന്ധ ബാഡ് സ്മെല്ലുള്ള ആ വെള്ളം ജോക്കു ഇരുന്ന് കുടിക്കുന്നതാണ് അവള് കണ്ടത് എന്ന്. അപ്പം നമ്മുടെ പാഠം ഇവിടെ അവസാനിച്ചു. നമുക്ക് അടുത്ത ഭാഗത്തിൽ നമുക്ക് അടുത്ത പാഠം എടുത്തു തരാം. ഓക്കെ.